ഇപ്പൊ നോക്കൂ, ഇതിനെ നോർമലൈസ് ചെയ്യുന്നവരാരാ? ഉദാഹരണത്തിന് ഏറ്റവും നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ലഹരി. അതുകൊണ്ടാണ് സാറിവിടെ ആ ലഹരിയെ കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പ് നമ്മളെ കേൾപ്പിച്ചത്. ആ ലഹരിയെ കുറിച്ച് തന്നെ നോക്കൂ. രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഭരിക്കുന്ന കക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട MLA-യുടെ പുത്രൻ മയക്കുമരുന്ന് ഉപയോഗത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ ഏതൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്, ആഖ്യാനങ്ങളാണ് ചമയ്ക്കപ്പെട്ടത്. അത് തെറ്റിദ്ധരിച്ചു പോയതാണെന്നോ, പിന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അതിനെ കുറിച്ച് പറഞ്ഞെന്താ, ഒന്ന് പുകയ്ക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന്. അദ്ദേഹം ഒരു മന്ത്രി കൂടിയാണ്. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് നോർമലൈസ് ചെയ്യുക എന്ന്. ഞാനും ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ടുവന്നിരുന്നു. ഒരെണ്ണം ദീർഘമായിട്ട് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കേൾപ്പിക്കാൻ പോകുന്നത് അദ്ദേഹം കേൾപ്പിച്ചതുപോലുള്ള ഒരു സകാരാത്മകമായ ഒന്നല്ല, ഒരല്പം ഈ നോർമലൈസേഷന്റെ പ്രകൃതിയാണ്. ആ കൂട്ടത്തിൽ ഇവിടുത്തെ ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന ആരെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഞാൻ കൂടുതൽ കേൾപ്പിക്കുന്നില്ല കേട്ടോ. അല്ല, വീണ്ടും എന്തിനു ഇത് കേൾപ്പിച്ചു എന്ന് തോന്നുന്നു. എവിടെയാണ് കണക്ട് ചെയ്തെന്നോ, എങ്ങനെയാണ് ഈ ഭീകരതയെ നോർമലൈസ് ചെയ്യുന്നതെന്നോ. കുംഭമേളയിൽ പോയ സന്യാസിമാരെ അറസ്റ്റ് ചെയ്യണം. ഹൗ കൂളിംഗ്! എത്ര സുന്ദരമായി അദ്ദേഹം അതിനെ നമ്മുടെ ഇവിടുത്തെ പരമ്പരാഗത വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്തു. ഏതാശയത്തിന്റെ ആളാണ് എന്നും എങ്ങനെയാണ് സംസ്കാരം സ്വന്തം കുടുംബത്തിൽ തന്നെ തകർത്തെറിയേണ്ടതെന്നതിനെ കുറിച്ചും ഗവേഷണം ചെയ്ത് കുടുംബസഹിതം അത് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാന്യനാണ്. അത് നമ്മുടെ തൊട്ടടുത്ത ജില്ലക്കാരനാണ്. അത് പറയുന്നത്, കുംഭമേളയിൽ നടന്നില്ലേ, ഇത് നടത്തിയതുകൊണ്ട് എന്താ കുഴപ്പം? ഒരിത്തിരി കഞ്ചാവ് കയ്യിലിരിക്കുന്ന ഒരു വലിയ കുറ്റമാണോ? ലോകത്ത് പലയിടത്തും കഞ്ചാവ് കൈക്കൊണ്ട് നടക്കുന്നത് നിയമവിധേയമാണ്. അതുകൊണ്ട് ഭാരതത്തിലും കേരളത്തിലും അതാക്കണം. എവിടേക്കാണ് ഈ സമൂഹത്തെ അവർ കൊണ്ട് ചെന്നെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഞാനിവിടെ സന്യാസിമാർ ഉപയോഗിക്കുന്ന ഭാങ്കിനെ കുറിച്ചോ അത് എത്ര കണ്ട് സാധനയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അനുവക്ഷണീയമാണെന്നോ ഉള്ള വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അതല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അവരുപയോഗിച്ചത് രാസനിർമ്മിതികളിലൂടെ ഉണ്ടാക്കപ്പെട്ട ഭീകരമായ നാഡീവ്യൂഹങ്ങളെ തകർത്തെറിയുന്ന വിധത്തിലുള്ള മയക്കുമരുന്നുകളല്ല എന്നതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും അതിനെ ഈ വിധത്തിൽ കണക്ട് ചെയ്യുക, ഇതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഡീമോറലൈസ് ചെയ്യുക, ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ഒരു ക്രൈസിസ് സൃഷ്ടിക്കുക. അപ്പോൾ അവതരിക്കും ഇത്തരത്തിലുള്ള നോർമലൈസേഷന്റെ ആളുകൾ. അപ്പോൾ ഒരു വിഭാഗം ആളുകളെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ വിലയിരുത്തുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഏത് തരത്തിൽ ശ്രദ്ധാപൂർവം പോയാൽ നമുക്ക് സംസ്കാരത്തിന്റെ മൂല്യത്തിന്റെ വഴിയിലൂടെ, സദാചാരത്തിന്റെ വഴിയിലൂടെ പോകാൻ കഴിയും. ഏതെല്ലാം തരത്തിലുള്ള ശക്തികളാണ് നമ്മുടെ നാലുപാടിൽ നിന്ന് നമ്മളെ പടുകുഴിയിലേക്ക് ആഴ്ത്തി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഉള്ളിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, പാടുപെടുകയാണ്, ശ്രമിക്കുക മൂല്യത്തിന്റെ മാർഗത്തിൽ. അപ്പോൾ അതിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ എന്താ പറയുന്നത്? അതൊക്കെ സാധാരണമാണ്, ഇതൊക്കെ സർവ്വസാധാരണമാണ് സഖാവേ എന്ന് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ നമ്മുടെ ഭരിക്കുന്ന കക്ഷിയുടെ ചില ആളുകൾ ഒളിവ് ജീവിതകാലത്ത് ചില കുഴപ്പങ്ങൾ ചെയ്തു. അപ്പൊ ആ ഒളിവ് ജീവിതകാലത്ത് ചെയ്ത കുഴപ്പങ്ങളെ കുറിച്ച് ആളുകൾ സ്വന്തം സഹാക്കന്മാർ തന്നെ ചോദ്യം ചെയ്തപ്പോ ഒരു പാർട്ടിയുടെ ഒരു വലിയ നേതാവ് പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി പറഞ്ഞത്, ഇതെന്താ വലിയ തെറ്റാണ്, ഇതൊക്കെ സർവ്വസാധാരണമാണ് സഖാവേ, റഷ്യയിലൊക്കെ ഇത് ചായ കുടിക്കുന്ന പോലെ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതിനെയാണ് നോർമലൈസ് ചെയ്യാവുന്ന. ഈ നോർമലൈസേഷന്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ തിരികെയാണ്. ഇത് അപകടകരമായ സാഹചര്യമാണ്. ഇതിനെ നമ്മൾ കരുതിയിരിക്കണം. ഇതിനെ വേണ്ട വിധത്തിൽ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം. ഇതൊരു വലിയ യുദ്ധത്തിന്റെ നടുവിലാണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നരേറ്റീവ് വാർ അല്ലെങ്കിൽ ഈ ആഖ്യാന യുദ്ധം എന്നത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. പൗരാണികന്മാർ പറയും, ഏകം വിഷരസോഹന്തി, ഒരു വിഷത്തുള്ളി കൊണ്ട് ഒരാളെ മരിക്കും. ശസ്ത്രേണ ഏകൈഷ്ടവർദ്ധതേ, ആയുധമെടുത്ത് പ്രയോഗിച്ചാൽ ഒരാളെ മരിക്കും. ഈ ഒറ്റവെട്ടിന് പറയിൽ നിൽക്കുന്നവരെല്ലാം മരിക്കുന്നത് ബാഹുബലി മാത്രമേ നടക്കൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്കോയിൽ കാണും. ഒരു വെട്ടിയാൽ ഒരാളെ മരിക്കുള്ളൂ, സാധാരണ മനുഷ്യ വെട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് പൗരാണികന്മാർ പറയുന്നു, ശസ്ത്രേണ ഏകൈഷ്ടവർദ്ധതേ, ഒരാളെ മരിക്കും. പിന്നെയോ സരാഷ്ട്രം സപ്രജം ഹന്തി രാജാനം മന്ത്രവിപ്ലവ. മന്ത്രവിപ്ലവത്തിലൂടെ സംഭവിക്കുന്ന എന്താ? രാഷ്ട്രം, പ്രജ, രാജാവ്
എല്ലാവരും ഒരുമിച്ച് നശിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആയുധമെടുത്ത പടയാളികളെ അതിർത്തി കടത്തി വിടാതെ തന്നെ ചെയ്യുന്നു ഭാരതത്തിൽ. ഇത് ചെയ്യുന്നു എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിനുവേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പഠനം ആവശ്യമാണ്. അത് തിരിച്ചറിയേണ്ടതിന് വളരെയേറെ അത്യാവശ്യമാണ്. സമൂഹത്തെ ഏതെല്ലാം വിധത്തിലാണോ തെറ്റായ മാർഗത്തിലൂടെ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മളെല്ലാവരും ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ വരവേറ്റ ഒന്നാണ് 2020 NEP. സിലബസ് നിർമ്മാണത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കരിക്കുലം ഫ്രെയിംവർക്കിന്റെ നിർമ്മാണ ദശയിലാണ്. ഞാൻ അതിൻ്റെ ഉദാഹരണം പറയാം, ഏതെല്ലാം വിധത്തിലാണ് ഈ അക്രമം കടന്നു വരുന്നത് നമ്മുടെ ഉള്ളിലേക്ക്. കരിക്കുലം ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ 8ാം ക്ലാസ്സിൽ ഗോകുമാർ സാറിന്റെ വിഷയമാണ്. പക്ഷെ അദ്ദേഹം സ്കൂളിലെ കുട്ടികളെല്ലാം പഠിപ്പിക്കുന്ന കോളേജിലാണ്. സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സയൻസിന്റെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് ആവശ്യമായ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയ സംഘം ആരാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആ ഗൈഡ് വായിക്കാനിടയായി. അതിലൊരു പാഠഭാഗം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന പാഠഭാഗമാണ്. 3ാമത്തെ 4ാമത്തെ പാഠഭാഗം. ഇതാരെ പഠിപ്പിക്കാനുള്ളതാണ് മറക്കരുത്. 8ാം ക്ലാസ് 11, 12, 13 വയസ്സുള്ള കുട്ടികളെ. അതിന്റെ ആദ്യ വാചകം എന്താണെന്ന് അറിയാം? ആരാണ് ഇത് എഴുതിയതെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് ഈ ആയുധമേതാതെ അതിർത്തി കടന്ന് ഇവിടെ വന്നു ചേർന്ന നമ്മുടെ സംസ്കാരത്തിന്റെ വിനാശം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ശത്രു രാജ്യ പടയാളിയാണ് എന്ന കാര്യം സംശയമില്ല. ഏതെങ്കിലും ഒരു IAS ഓഫീസർ ആയിരിക്കാം. ഞാൻ IASനെതിരെ പറഞ്ഞല്ല. ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ ആയിരിക്കാം. ബട്ട് ഏതൊരു ആശയഗതിയാലാണോ അവർ പ്രേരിതരായിരിക്കുന്നത് അവർ എഴുതി വെച്ചതാണ്. എന്താ പറയുന്നത്? ഈ സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹ്യ അനീതിയും വിവേചനവും സമൂഹത്തിൽ ആരംഭിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. എത്ര ക്ലിയറാണ്! കുടുംബങ്ങളിൽ നിന്നാണ് സാമൂഹ്യ വിവേചനം, കുടുംബങ്ങളിൽ നിന്നാണ് സാമൂഹ്യ അനീതി ആരംഭിക്കുന്നത്. അത്രയും മാത്രമായിരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ല. അതും നമ്മൾ കുടുംബങ്ങൾക്ക് എത്ര വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. കുടുംബമാണ് യഥാർത്ഥത്തിലുള്ള ആദ്യ വിദ്യാലയം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ ചില പ്രത്യയശാസ്ത്രങ്ങൾ വിചാരിക്കുന്നത്, ഇത്തരം ആഖ്യാനങ്ങൾ ചമയ്ക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് കുടുംബം സ്വകാര്യ സ്വത്തവകാശത്തിന്റെ തുടക്കമാണെന്നാണ്. അല്പം ആ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇത് പിടികിട്ടും ആര് പറഞ്ഞതാണ് എന്ന്. ഏറ്റവും വലിയ സാമ്പത്തിക പാപം എന്താ അവിടെ? എക്കണോമിക് സിൻ എന്താണ്? സ്വകാര്യ സ്വത്തവകാശ. ഈ സ്വകാര്യ സ്വത്തവകാശ അഭിനിവേശം ഒരു വ്യക്തിയിൽ ജനിക്കുന്നത് എവിടുന്ന? ആ സിദ്ധാന്ത പ്രകാരം കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ്, എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ ഇടം, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, ഈ എൻ്റെ 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 എന്നതിൽ നിന്നാണ് മഹാപാപം ആരംഭിക്കുന്നത്, സാമ്പത്തിക കുറ്റം ആരംഭിക്കുന്നത്, വിവേചനം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളവനെതിരായിട്ടുള്ള യുദ്ധം നടത്തുന്നത് എന്നൊക്കെ പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ കുടുംബമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. നിൽക്കട്ടെ, 2 വരി കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു അസൈൻമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് മഹാപാപം. സത്യം എന്താണ് അസൈൻമെന്റ് എന്നറിയാമോ? പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നോക്കണം, നിങ്ങൾ ഈ വിവേചനം അനുഭവിക്കുന്നുണ്ടോ. പെൺകുട്ടികൾ നോക്കണം, ഈ മീൻ്റെയൊക്കെ അയലയുടെയൊക്കെ നടുത്തുണ്ടം ചേട്ടന് മാത്രമാണോ കൊടുക്കുന്നത്? ഇപ്പൊ ഈ മീൻ അവിയലിന്റെ കാലഘട്ടമാണ്. മട്ടാഞ്ചേരിയിൽ നിന്നൊക്കെ അത്തരം ആശയങ്ങൾ കടന്നു വരുന്നു. അപ്പോ അവര് നോക്കണം, ഈ നടുത്തുണ്ടം ഏറ്റവും നല്ല മാംസമുള്ള ഖണ്ഡം ആൺകുട്ടിയായ എൻ്റെ സഹോദരനാണോ കൊടുക്കുന്നത്, എനിക്ക് വാലറ്റമോ എല്ലോ അവൻ കടിച്ചു കുപ്പിയ അതിൻ്റെ മുള്ളോ മാത്രമാണോ തരുന്നത് എന്നല്ലേ നോക്കണം എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം. കുടുംബത്തിൽ നോക്കണം എന്ന് പറഞ്ഞ് ജനിതക പ്രത്യേകതകൾ കൊണ്ട് ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ കറുത്തവനും വെളുത്തവളും ഒക്കെ ഉണ്ടായിരുന്നു വരാം. കറുത്തവനെതിരായിട്ടുള്ള വിവേചനം നടക്കുന്നുണ്ടോ എന്ന് 11 കാരനും 11 കാരിയും സസൂക്ഷ്മം നിരീക്ഷിക്കണം. ആരെ? അച്ഛനെ, അമ്മയെ. വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മാത്രമാണോ അയക്കുന്നത്, അവനെ അയക്കുന്നുണ്ടോ? എത്ര സുന്ദരമായ ഒരു കിനാശേരിയാണ് സ്വപ്നം കാണുന്നത്. എത്ര സുന്ദരം! ഇതൊക്കെ നിങ്ങളുടെ വാക്കുകളാണ്, ഞാൻ കടമെടുത്തു അറിയാം. വളരെ സുന്ദരമായ ഒരു കിനാശേരിയെ സ്വപ്നം കാണുന്ന ആളാരോ? ഇത് നോക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതിൽ പ്രജ്ഞാപ്രവാഹം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണിമ തെറ്റാതെ ഈ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നത് തിരിക്കാൻ വിദ്യാഭാരതിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെയൊക്കെ കണ്ണു വെട്ടിച്ചത് കടത്തി വിട്ടു. പിന്നീടാണ് നോക്കുമ്പോൾ ഇത് കണ്ടത്, പിന്നെ തിരുത്തി. പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ് ഈ കടന്നുവരവ്, ഇതാണ് ഈ യുദ്ധം. ആ ഒരു ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിലബസ്
അത് തടയപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഒരു ടെസ്റ്റ് തയ്യാറാക്കിയിരുന്നുവെങ്കിൽ, അത് നേരത്തെ തയ്യാറാക്കാൻ നിയോഗിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പ്രത്യയശാസ്ത്രക്കാർ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഏതൊരു ടെസ്റ്റ് ആയിരിക്കും വരിക എന്ന് നിങ്ങൾ ആലോചിച്ചു. ഏതൊരു ടെസ്റ്റ് ബുക്ക് ആയിരിക്കും വരിക? അപ്പൊ കണ്ണിമ തെറ്റാതെ കാവലിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഓരോരുത്തരും നടത്തണം. അതിൽ ഞാനീ പറഞ്ഞ ഖണ്ഡനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഒപ്പം